ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി പാരലൽ ആഡർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് തേർഡ് മൊഡ്യൂളിൽ 3 ടോപ്പിക്കാണ് പെൻഡിങ് ഉള്ളത്. ഒന്ന് ബൈനറി പാരലൽ ആഡർ, ഒന്ന് ക്യാരി ലുക്ക് ഹെഡ് ആഡർ, ഒന്ന് BCD ആഡർ. അപ്പോൾ നമുക്ക് ബൈനറി പാരലൽ ആഡർ എന്താണെന്ന് ആദ്യം നോക്കാം. സോ ബൈനറി പാരലൽ ആഡർ ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് ആഡ് 2 binary numbers in parallel form and produces the arithmetic sum of those numbers in parallel form. അപ്പോൾ എന്താണ് ബൈനറി പാരലൽ ആഡർ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. 2 ബൈനറി നമ്പേഴ്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെത്തേഡ് പ്രകാരം ആഡ് ചെയ്യാനാണ് നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്, ബൈനറി പാരലൽ ആഡർ യൂസ് ചെയ്യുന്നത്. സോ ദ ബൈനറി പാരലൽ ആഡർ കൺസിസ്റ്റ് ഓഫ് 4 full adders connected in a chain. The interconnection of full adder circuit provide 4-bit parallel adder. അപ്പോൾ നമുക്ക് നോക്കാം പാരലൽ ആഡറിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. നിങ്ങൾ നോക്ക്, നമ്മളിവിടെ 4 ഫുൾ ആഡേഴ്സ് വരച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഫുൾ ആഡർ 1, ഇത് ഫുൾ ആഡർ 2, ഇത് ഫുൾ ആഡർ 3, ഇത് ഫുൾ ആഡർ 4 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 ഫുൾ ആഡേഴ്സ് കാസ്കേഡ് ആണെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫുൾ ആഡർ നമ്മൾ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫുൾ ആഡറിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഫുൾ ആഡർ വരിക? Basically, full adder is a combination circuit which add 3 inputs A, B, C and which produces 2 outputs sum and carry. അപ്പോൾ എങ്ങനെയാണ് 3 ഔട്ട്പുട്ട് 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ എയും ബിയും സിയും ആണ് 3 ഇൻപുട്ട്. സോ എയും ബിയും സിയും വെച്ച് നമുക്ക് എത്ര കോമ്പിനേഷൻസ് വരും? നമുക്ക് 0, 0, 0 തൊട്ട് 1, 1, 1 വരെയുള്ള 8 കോമ്പിനേഷൻസ് വരും. ഈ 8 കോമ്പിനേഷൻസിൽ നിന്നും സമ്മും ക്യാരിയും പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി സം ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എ എക്സ് ഓർ ബി എക്സ് ഓർ സി ആണ് അതിൻ്റെ സം ഇക്വേഷൻ. ക്യാരി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ആണ് അതിൻ്റെ ക്യാരി ഇക്വേഷൻ. സോ ഈ സമ്മും ക്യാരിയും എന്നുള്ള 2 ഔട്ട്പുട്ട് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഈ ബൈനറി പാരലൽ ആഡറിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ബൈനറി പാരലൽ ആഡർ പറയുമ്പോൾ നമ്മളെ സർക്യൂട്ടിൽ 4 4-ബിറ്റ് പാരലൽ ആഡറാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 4-ബിറ്റ് ബൈനറി ആഡർ ആയതുകൊണ്ട് നിങ്ങൾ നോക്ക്, ഞാൻ 4 ഫുൾ ആഡേഴ്സ് വരച്ചു. സോ ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഇൻപുട്ട് ഞാൻ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഇൻപുട്ട് ഞാൻ എടുക്കുകയാണ് A0, B0, Cin. ഇതാണ് ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഇൻപുട്ട് എങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഇതിന് 2 ഔട്ട്പുട്ടാണ് വരിക. ഒരു ഔട്ട്പുട്ട് S0യും ഒരു ഔട്ട്പുട്ട് C ഔട്ടും. S0 എന്ന് പറഞ്ഞാൽ സം 0, C ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് അല്ലേ. ഇതുപോലെ നിങ്ങൾ നോക്കുക, രണ്ടാമത്തെ ഫുൾ ആഡർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ടുകൾ A1ഉം B1ഉം പിന്നെ ഞാൻ മൂന്നാമത്തെ ഇൻപുട്ട് എടുക്കുകയാണ് Cin. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ എടുക്കുകയാണ് സം 1 S1. ഇതിൻ്റെ സെക്കൻഡ് ഔട്ട്പുട്ട് എന്നുള്ളത് C ഔട്ട് തന്നെ എടുക്കണം. അപ്പോൾ C ഔട്ട് എന്നുള്ളത് ഞാൻ ക്യാരി ഔട്ട് കോമൺ ഔട്ട്പുട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനി മൂന്നാമത്തെ ഫുൾ ആഡറിൻ്റെ ഇൻപുട്ട് A2, B2 എന്നുള്ളതിൻ്റെ ഇൻപുട്ടും അതുപോലെ Cin എന്നുള്ളത് മൂന്നാമത്തെ ഇൻപുട്ടും സം 2 എന്നുള്ളത് ഫസ്റ്റ് ഔട്ട്പുട്ടും ക്യാരി ഔട്ട് എന്നുള്ളത് സെക്കൻഡ് ഔട്ട്പുട്ടായിട്ട് എടുത്തു. സെയിം വേ നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടുകൾ A3, B3 അതുപോലെ Cin ഇൻപുട്ടും S3, C ഔട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എടുത്തു. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഓൾറെഡി ഇവിടെ പോയിൻ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക. It consists of full adders connected in a chain. The interconnection of full adder circuit provide 4-bit parallel adder. ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ 4 ഫുൾ ആഡേഴ്സ് വരച്ചു. ഈ 4 ഫുൾ ആഡേഴ്സിനെ എനിക്ക് ജോയിൻ ചെയ്യണം. അതായത് നമ്മൾ ആദ്യം വരച്ച ഫുൾ ആഡറിനെ ഫസ്റ്റ് വരച്ച ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് ഞാൻ സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് ഞാൻ തേർഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നിലേക്ക് കണക്ട് ചെയ്തു. തേർഡ് ഔട്ട്പുട്ടിൻ്റെ ക്യാരി ഔട്ട്പുട്ട് ഞാൻ ഫോർത്ത് ഇൻപുട്ടിൻ്റെ ക്യാരി ഇന്നിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു 4-ബിറ്റ് പാരലൽ ആഡർ ഇൻ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ? ഫസ്റ്റ് ഫുൾ ആഡർ
ഔട്ട്പുട്ടിൻ്റെ ക്യാരി ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ടാണ് തേർഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. തേർഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ടാണ് ഫോർത്ത് ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ 4-bit ബൈനറി പാരലൽ ആഡറിൻ്റെ മൊത്തം ക്യാരി ഔട്ടാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബേസിക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ സപ്പോസ് 0101 പ്ലസ് 1010 എന്നുള്ള നമ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 0101 എന്നുള്ളത് നമ്മൾ എ ഇൻപുട്ടായിട്ടും 1010 എന്നുള്ളത് ബി ഇൻപുട്ടായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക: A0, A1, A2, A3. ബി ഇൻപുട്ടിൻ്റെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ B0, B1, B2, B3. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ലോവർ സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് എപ്പോഴും നമുക്ക് LSB ആയിട്ട് വരിക, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് എപ്പോഴും A3 ആയിട്ട് വരിക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എ ഇൻപുട്ടും ബി ഇൻപുട്ടും എടുക്കുകയാണെങ്കിൽ A0, A1, A2, A3, B0, B1, B2, B3 എന്നുള്ള 4 കണ്ടീഷൻ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 0101 1010 ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ബൈനറി പാരലൽ ആഡറിൽ ചെയ്ത് നോക്കിയൂടെ? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഇപ്പോൾ A0, A1, A2, A3, അതുപോലെ B0, B1, B2, B3 ഈ രീതിയിലാണ് നമ്മൾ ഫുൾ ബൈനറി പാരലൽ ആഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് A0, A1, A2, A3 നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A0, A1, A2, A3 എന്ന് പറഞ്ഞാൽ 1010 ഈ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 1, ഇത് 0, ഇത് 1, ഇത് 0, റൈറ്റ്. ഇനി നമുക്ക് B0, B1, B2, B3 എന്നുള്ള ഓർഡർ അതുപോലെ തന്നെ എഴുതണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 0 1 0 1. സോ 0 1 0 1. സോ ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ A0, A1, A2, A3യും B0, B1, B2, B3 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ക്യാരി ഇന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്ന് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? 0 ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പം ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ടെക്സ്റ്റ് ബുക്കിൽ ഒരു 4-bit ബൈനറി പാരലൽ ആഡർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് സർക്യൂട്ട് മാത്രം ഹാഫ് ആർഡറായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും, AB എന്നുള്ള ഇൻപുട്ടും സം ക്യാരി എന്നുള്ള ഔട്ട്പുട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഫുൾ ആഡറിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്, പക്ഷേ ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ട് നമ്മൾ ഡീഫോൾട്ടായിട്ട് എത്ര പറയും? 0. ചില പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ക്യാരീൻ്റെ വാല്യൂ സ്പെസിഫിക് ആയിട്ട് തരികയാണെങ്കിൽ ഈ ക്യാരീനും കൂടി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിങ്ങനെയാണ് കണക്ട് ചെയ്തതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾ ഫുൾ ആഡർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫുൾ ആഡർ പ്രകാരം 3 ഇൻപുട്ടാണ് ആഡ് ആവുന്നത്, 1 + 0 + 0. അപ്പോൾ എന്താണ് 1 + 0 + 0 എന്ന് പറഞ്ഞാൽ? 1 + 0 + 0 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടും സം വിൽ ബി 1, ക്യാരി വിൽ ബി 0 അല്ലേ? 1 + 0 + 0 എന്ന് പറഞ്ഞാൽ 1 റിസൾട്ട് വരിക. ക്യാരി ജനറേറ്റ് ആവാത്തതുകൊണ്ട് ക്യാരീൻ്റെ വാല്യൂ എത്രയാണ്? 0. സോ ഈ 0 ആണല്ലോ അടുത്ത സ്റ്റേജിൻ്റെ ക്യാരി ഇന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അടുത്ത ഫുൾ ആഡർ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്ന ഏതൊക്കെ നമ്പേഴ്സാണ്? 0 + 1 + 0. 0 + 1 + 0 എന്ന് പറഞ്ഞാൽ എന്താ? സം വിൽ ബി 1. ഇവിടെയും ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല, ക്യാരീൻ്റെ വാല്യൂ എത്രയാണ്? 0. അടുത്ത ഫുൾ ആഡർ നോക്ക്. അടുത്ത ഫുൾ ആഡർ 1 0 0 എന്നുള്ള ഇൻപുട്ടാണ് ആഡ് ചെയ്യുന്നത്. 1 0 0 എന്ന് പറഞ്ഞാൽ സം വിൽ ബി 1, ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല, ക്യാരീൻ്റെ വാല്യൂ 0. അടുത്ത ഫുൾ ആഡർ ആഡ് ചെയ്യുന്നതോ 0 + 1 + 0. 0 + 1 + 0 എന്ന് പറഞ്ഞാൽ റിസൾട്ട് വിൽ ബി 1 ആൻഡ് സി ഔട്ട് വിൽ ബി 0. അപ്പോൾ നമ്മളിവിടെ മൊത്തം സം റിസൾട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടി, നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. ഇത് സം 0, ഇത് സം 1, ഇത് സം 2,
ഇത് സം 3. ഇങ്ങനെയാണല്ലോ 4 സമ്മ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് അഡീഷൻ ഇവിടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ ഡീഫോൾട്ട് അഡീഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരിക? 1 + 0 1, 0 + 1 1, 1 + 0 1, 0 + 1 1. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് ആഡ് ചെയ്യുമ്പോൾ 5 + 10 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് റിസൾട്ട് കിട്ടും അല്ലേ? 15 എന്നുള്ള റിസൾട്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഈ ജനറൽ മെത്തേഡ് വെച്ച് ആഡ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു 4 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈനറി പാരലൽ ആഡറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ നോട്ട്സ് നോക്കുകയാണെങ്കിൽ, ബൈനറി പാരലൽ ആഡർ ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് ആഡ് 2 ബൈനറി നമ്പേഴ്സ് ഇൻ പാരലൽ ഫോം ആൻഡ് പ്രൊഡ്യൂസസ് ദി അരിത്മെറ്റിക് സം ഓഫ് ദോസ് നമ്പേഴ്സ് ഇൻ പാരലൽ ഫോം. കറക്റ്റ് ആണല്ലോ? അപ്പോൾ നമ്മളൊരു 4 ബിറ്റ് ബൈനറി പാരലൽ ആഡർ ആയതുകൊണ്ട് 4 ഫുൾ ആഡർ എടുത്തു. നമുക്ക് 6 ബിറ്റോ 7 ബിറ്റോ എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ ചോദിക്കാം. 7 ബിറ്റ് ഫുൾ ആഡറാണ് പാരലൽ ആഡറാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എത്ര ഫുൾ ആഡേഴ്സ് കണക്ട് ചെയ്യും? 7 ഫുൾ ആഡേഴ്സ് കാസ്കേഡായിട്ട് കണക്ട് ചെയ്യും. അടുത്ത നോക്ക്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫുൾ ആഡേഴ്സ് കണക്റ്റഡ് ഇൻ എ ചെയിൻ അല്ലേ? ഫുൾ ആഡേഴ്സ് ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ഇൻ്റർ കണക്ഷൻ ഓഫ് ഫുൾ ആഡർ സർക്യൂട്ട് പ്രൊവൈഡ് 4 ബിറ്റ് പാരലൽ ആഡർ. 4 ബിറ്റ് പാരലൽ ആഡറിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ദ ക്യാരി ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ആഡർ ഈസ് കണക്റ്റഡ് ടു ദി ക്യാരി ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് ഹയർ ഓർഡർ ആഡർ. ഇങ്ങനെയാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈനറി പാരലൽ ആഡർ എന്ന് പറയാം. അപ്പോൾ നിങ്ങളിതിൽ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം? ബൈനറി പാരലൽ ആഡറിൻ്റെ ബേസിക് നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ബൈനറി പാരലൽ ആഡറിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ബൈനറി പാരലൽ ആഡറിൽ ഏതെങ്കിലും ഒരു ബൈനറി അഡീഷൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ ചെയ്യണം. ഇങ്ങനെയാണ് ബൈനറി പാരലൽ ആഡറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ നിങ്ങളിതിന് കംപ്ലീറ്റ് റെഫർ ചെയ്യുക. ഫുൾ ആഡർ അടക്കമുള്ള സർക്യൂട്ട്സ് റെഫർ ചെയ്യണം. അതുപോലെ ബേസിക് അഡീഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 2 ആഡേഴ്സും കൂടിയും സിലബസിൽ പഠിക്കാനുണ്ട്. അതിലൊരു ആഡറാണ് CLA. CLA എന്ന് പറഞ്ഞാൽ ക്യാരി ലുക്ക് അഹെഡ് ആഡർ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടോപ്പിക്കാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ. അതുപോലെ BCD ആഡർ. എന്താണ് BCD ആഡർ? ബൈനറി കോഡഡ് ഡെസിമൽ. അതാണല്ലോ BCD ആഡറും ക്യാരി ലുക്ക് അഹെഡ് ആഡറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻ്റയർ സിലബസ് എന്താവും? കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുക ബൈനറി പാരലൽ ആഡർ. ഓക്കെ.